Hi guys, welcome to our channel PsycheSac. It's our first video. തേർഡ് സെം എക്സാം വരുന്നതിനാൽ തേർഡ് സെം സൈക്കോളജി ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ മൊഡ്യൂളും നമ്മൾ കവർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ടുകളും ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് പ്രത്യേകം സെക്ഷൻ എടുത്തു തരണമെങ്കിലും ഞങ്ങളുടെ ഇൻസ്റ്റാ പേജായ PsycheSac-ലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സൈക്കോളജിക്കൽ മെഷർമെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്, അതാണ് നമ്മുടെ പേപ്പറിൻ്റെ നെയിം. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂളിൻ്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് ടെക്നിക്സ്. അതിലെ മെയിൻ ഹെഡിങ്സ് ഒന്ന് പറയാം. ഡെഫിനിഷൻ ഓഫ് മെഷർമെൻറ്റ്, ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൈക്കോളജിക്കൽ മെഷർമെൻറ്റ് ആൻഡ് ഫിസിക്കൽ മെഷർമെൻറ്റ്, കൺസെപ്റ്റ് ഓഫ് സൈക്കോഫിസിക്സ്, സൈക്കോഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ സ്കെയിലിംഗ് മെത്തേഡ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മെഷർമെൻറ്റ് എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ ഓഫ് മെഷർമെൻറ്റ്. ടൈലറുടെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. ടൈലർ ഡിഫൈൻസ് മെഷർമെൻറ്റ് ആസ് അസൈൻമെൻറ്റ് ഓഫ് ന്യൂമറൽസ് അക്കോർഡിംഗ് ടു സർട്ടൻ റൂൾസ്. അതായത് സർട്ടൻ റൂൾസ് വെച്ചിട്ട് നമ്പേഴ്സിനെ അസൈൻ ചെയ്യുക. അതാണ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ. Taylor defines measurement as assignment of numerals according to certain rule. അതാണ് ടൈലറിൻ്റെ ഡെഫിനിഷൻ. നന്നലിയുടെ ഒരു ഡെഫിനിഷൻ കൂടി പറയുന്നുണ്ട്. മെഷർമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് റൂൾസ് ഫോർ അസൈനിങ് നമ്പേഴ്സ് ടു ഒബ്ജക്ട്സ് ഇൻ സച്ച് എ വേ ആസ് ടു റെപ്രസെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സിൻ്റെ ക്വാണ്ടിറ്റീസിനെ നമ്പേഴ്സ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക അക്കോർഡിംഗ് ടു സർട്ടൻ റൂൾ വെച്ചിട്ട്. അതാണ് നന്നലിയുടെ ഡെഫിനിഷൻ. നമ്മൾ മെഷർമെൻറ്റിൻ്റെ രണ്ട് ഡെഫിനിഷൻ പറഞ്ഞു, ടൈലറിൻ്റെ ഡെഫിനിഷനും നന്നലിയുടെ ഡെഫിനിഷനും. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് മെഷർമെൻ്റ് ആണ് പറയുന്നത്. മെഷർമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. 3 പ്രോപ്പർട്ടീസാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ, ഇൻ ദ പ്രോസസ് ഓഫ് മെഷർമെൻറ്റ് നമ്പേഴ്സ് ആർ അസൈൻഡ് അക്കോർഡിംഗ് ടു സം റൂൾസ് വെച്ചിട്ട് നമ്പേഴ്സിനെ അസൈൻ ചെയ്യുന്നതാണ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് മെഷർമെൻറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റർ അസൈൻ നമ്പേഴ്സ് നോട്ട് ഓഫ് ഹിസ് ഓൺ ചോയ്സ് ബട്ട് അക്കോർഡിംഗ് ടു സർട്ടൻ ഫിക്സഡ് ആൻഡ് എക്സ്പ്ലിസിറ്റ് റൂൾസ്. അതായത് ഇൻവെസ്റ്റിഗേറ്റർക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്പേഴ്സ് അസൈൻ ചെയ്യാൻ പറ്റുന്നതല്ല. അതിന് സർട്ടൻ ഫിക്സഡ് ആൻഡ് എക്സ്പ്ലിസിറ്റ് റൂൾസ് ഉണ്ട്. അതായത് ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്പേഴ്സ് അസൈൻ ചെയ്യാൻ പറ്റുന്നതല്ല. സർട്ടൻ ഫിക്സഡ് ആൻഡ് എക്സ്പ്ലിസിറ്റ് റൂൾ വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ക്ലോത്തിൻ്റെ ഫീറ്റ് എടുക്കുകയാണ്, ഫീറ്റ് ആൻഡ് ഇഞ്ചസ് എടുക്കുകയാണ്. അതെന്തായിരിക്കും? വെരി എക്സ്പ്ലിസിറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കും. പക്ഷേ നമ്മൾ സൈക്കോളജിക്കൽ, സോഷ്യോളജിക്കൽ, എഡ്യൂക്കേഷണൽ ആട്രിബ്യൂട്ട്സിനെ മെഷർ ചെയ്യുമ്പോൾ അത് വാഗ്യൂ ആൻഡ് ലെസ് എക്സ്പ്ലിസിറ്റ് ആയിരിക്കും. നമ്മൾ സൈക്കോളജിക്കൽ, സോഷ്യോളജിക്കൽ, എഡ്യൂക്കേഷണൽ ആട്രിബ്യൂട്ട്സിനെ മെഷർ ചെയ്യുമ്പോൾ വാഗ്യൂ ആൻഡ് ലെസ് എക്സ്പ്ലിസിറ്റ് ആയിരിക്കും. മെഷർമെൻറ്റിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഇനി പറയുന്നത്. Measurement is always concerned with certain attributes or features of the object. It is these attributes or features of the object which are measured and not the object itself. നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ ആണ് മെഷർ ചെയ്യുന്നത്, അല്ലാതെ ഒരു ഒബ്ജക്റ്റിനെ അല്ല. നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സോ ഫീച്ചേഴ്സോ ആണ് മെഷർ ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റിനെ അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എ എന്നുള്ളൊരു പേഴ്സണെ എടുത്താൽ നമ്മൾ ആ പേഴ്സൻ്റെ ആപ്റ്റിറ്റ്യൂഡോ ഇൻ്റലിജൻസോ മെമ്മറിയോ ഒക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ആ എ എന്നുള്ള പേഴ്സണെ അല്ല. ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആട്രിബ്യൂട്ട്സ് ഓർ ഫീച്ചേഴ്സ് മെഷർ ചെയ്യുമ്പോൾ 2 ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ്, ഹി മേ ബി ആസ്ക്ഡ് ടു മെഷർ ആൻ ആട്രിബ്യൂട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് വിച്ച് ഈസ് ഡൗട്ട്ഫുൾ. അതായത് ആട്രിബ്യൂട്ട് മെഷർ ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ആട്രിബ്യൂട്ട് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ.
ഇനി രണ്ടാമത്തേതാണ് ദ ഇൻവെസ്റ്റിഗേറ്റർ മേ ബി ആസ്ക്ഡ് ടു മെഷർ ആട്രിബ്യൂട്ട്സ് വിച്ച് ആർ നോട്ട് യൂണിറ്ററി റാദർ ദേ ആർ മിക്സ്ചർ ഓഫ് സെവറൽ സബ് ആട്രിബ്യൂട്ട്. അതായത് ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആട്രിബ്യൂട്ട് മെഷർ ചെയ്യുമ്പോൾ യൂണിറ്ററി ആയിരിക്കില്ല, അതായത് ഒന്ന് മാത്രം ആയിരിക്കില്ല. മിക്സ്ചർ ഓഫ് സെവറൽ സബ് ആട്രിബ്യൂട്ട്സ്, അതായത് സബ് ആട്രിബ്യൂട്ട്സ് ഉണ്ടാകും. അതായത് ഒന്നിൽ കൂടുതൽ സബ് ആട്രിബ്യൂട്ട്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെഷർ ചെയ്യുകയാണെങ്കിൽ ഹോം അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കും, സ്കൂൾ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കും, ഇമോഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കും. അപ്പം ഇതുപോലെ സെവറലായിട്ടുള്ള സബ് ആട്രിബ്യൂട്ട്സ് വരുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റർക്ക് മെഷർ ചെയ്യാൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. മിക്സ്ചർ ഓഫ് സെവറൽ ആട്രിബ്യൂട്ട്സ് സബ് ആട്രിബ്യൂട്ട്സ് വരുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റർക്ക് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാവും. അതാണ് പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഇനി പറയുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് മെഷർമെൻറ്റ് ന്യൂമറൽസ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ദ ആട്രിബ്യൂട്ട്സ്. അതായത് ന്യൂമറൽസ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ക്വാണ്ടിറ്റീസ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അതായത് ഒരു ആട്രിബ്യൂട്ടിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂമറൽസിനെ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചൈൽഡിൻ്റെ അരിത്തമെറ്റിക് നോളജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80% ആണ്. ആ 80% കാണിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂമറൽസ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഒന്നുകൂടി പറയാം. ന്യൂമറൽസ് മെഷർമെൻറ്റിൽ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ റെപ്രസെൻറ്റ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സിൻ്റെ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂമറൽസിനെ മെഷർമെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞത് ഡെഫിനിഷൻ ഓഫ് മെഷർമെൻറ്റും പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷർമെൻറ്റും പറഞ്ഞു. ഇനി പറയുന്നത് ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് ഓർ മെഷർമെൻറ്റ് സ്കെയിൽസ്. 4 ടൈപ്പ് മെഷർമെൻറ്റ് സ്കെയിൽസ് ആണുള്ളത്. നോമിനൽ ഓർ ക്ലാസിഫിക്കേറ്ററി സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്, ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്, ഇൻ്റർവെൽ ഓർ ഈക്വൽ ഇൻ്റർവെൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്, റേഷ്യോ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്. ഇനി ലെവൽസ് ഓഫ് മെഷർമെൻറ്റിലെ ഫസ്റ്റ് സ്കെയിലാണ് പറയുന്നത്. നോമിനൽ ഓർ ക്ലാസിഫിക്കേറ്ററി സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്. നോമിനൽ മെഷർമെൻറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻറ്റ്. നോമിനൽ മെഷർമെൻറ്റ് ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻറ്റ് ആണ്. ഇൻ നോമിനൽ മെഷർമെൻറ്റ് നമ്പേഴ്സ് ആർ യൂസ്ഡ് ടു നെയിം, ഐഡൻറ്റിഫൈ ഓർ ക്ലാസിഫൈ പേഴ്സൺസ്, ഒബ്ജക്ട്സ്, ഗ്രൂപ്പ്സ്. നോമിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത് പേഴ്സൺസിനെ ഐഡൻറ്റിഫൈ ഓർ ക്ലാസിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒബ്ജക്ട്സിന് ഗ്രൂപ്പ്സിനൊക്കെ നെയിം കൊടുക്കാനോ വേണ്ടിയിട്ടാണ്. നോമിനൽ സ്കെയിൽസ് ആർ റിയലി നോട്ട് സ്കെയിൽ ആൻഡ് ദെയർ ഓൺലി പർപ്പസ് ഈസ് ടു നെയിം ഒബ്ജക്ട്സ്. അതായത് നോമിനൽ സ്കെയിൽ ഒരു റിയൽ സ്കെയിൽ അല്ല. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്ട്സിന് നെയിം കൊടുക്കുക. അതാണ് നോമിനൽ സ്കെയിലിൻ്റെ പർപ്പസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ എടുത്തിട്ട് അവരെ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യാം. ഹിന്ദു, മുസ്ലിം, സിഖ്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ എടുത്തിട്ട് അവരുടെ എഡ്യൂക്കേഷൻ്റെ ബേസിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ അവരെ ക്ലാസിഫൈ ചെയ്യാം. ഇതാണ് നോമിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്. നോമിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത് പേഴ്സൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒബ്ജക്ട്സിന് ഗ്രൂപ്പ്സിനൊക്കെ നെയിം കൊടുക്കാനോ വേണ്ടിയിട്ടാണ് നോമിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇൻ നോമിനൽ മെഷർമെൻറ്റ് members of any two groups are never equivalent, but all members of any one group are always equivalent. അതായത് നോമിനൽ മെഷർമെൻറ്റിൽ 2 ഗ്രൂപ്പിലെ ആളുകൾ ഈക്വലൻ്റ് ആയിരിക്കില്ല, പക്ഷേ സെയിം ഗ്രൂപ്പിലെ ആളുകൾ ഓൾവേസ് ഈക്വലൻ്റ് ആവും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ ബി എന്നുള്ള ഗ്രൂപ്പിൽ എയിലുള്ള ഫുൾ ആളുകളും ഈക്വലൻ്റ് ആയിരിക്കും, പക്ഷേ എയിലും ബിയിലുള്ള ആളുകൾ ഈക്വലൻ്റ് ആയിരിക്കില്ല. അതായത് എയിലുള്ള ആൾക്കാർ ഒരേ ക്വാളിറ്റീസും ക്വാണ്ടിറ്റീസും ഉള്ള ആളുകളായിരിക്കും, പക്ഷേ എയിലും ബിയിലും സെയിം ആയിരിക്കില്ല. നോമിനൽ ഡാറ്റ ആർ കൗണ്ടഡ് ഡാറ്റ. നോമിനൽ ഡാറ്റ കൗണ്ടഡ് ഡാറ്റയാണ്. ഇൻ കേസ് ഓഫ് നോമിനൽ മെഷർമെൻറ്റ് അഡ്മിസിബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് ആർ കൗണ്ടിങ് ഓർ ഫ്രീക്വൻസി, പെർസെൻറ്റേജ്, പ്രപ്പോർഷൻ, മോഡ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോണ്ടിജൻസി. നോമിനൽ സ്കെയിൽസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് ആയ കൗണ്ടിങ്, ഫ്രീക്വൻസി, പെർസെൻറ്റേജ്, പ്രപ്പോർഷൻ, മോഡ്, കോഎഫിഷ്യൻ്റ് ഓഫ് കോണ്ടിജൻസി
ഇതൊക്കെ അഡ്മിസിബിൾ ആണ്. അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആർ നോട്ട് പോസിബിൾ. അതായത് അഡിഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒന്നും പോസിബിൾ അല്ല. ഇനി ഡ്രോബാക്ക് ഓഫ് നോമിനൽ സ്കെയിലാണ് പറയുന്നത്. നോമിനൽ മെഷർമെൻറ്റ് ഈസ് ദ മോസ്റ്റ് എലമെൻ്ററി ആൻഡ് സിമ്പിൾ. അതായത് എലമെൻ്ററി സിമ്പിളുമാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലീസ്റ്റ് പ്രിസൈസ് മെത്തേഡ് ഓഫ് ക്വാളിഫിക്കേഷൻ. അതൊരു ലീസ്റ്റ് പ്രിസൈസ് മെത്തേഡാണ്. നോമിനൽ സ്കെയില് മോസ്റ്റ് എലമെൻ്ററി ആണ്, സിമ്പിളുമാണ്, ലീസ്റ്റ് പ്രിസൈസ് മെത്തേഡുമാണ്. നോമിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് പറഞ്ഞു. ഇനി ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻ്റ് ആണ് പറയുന്നത്. ദിസ് ഈസ് ദ സെക്കൻഡ് ലെവൽ ഓഫ് മെഷർമെൻറ്റ് ഇൻ വിച്ച് ദർ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മാഗ്നിറ്റ്യൂഡ് ബട്ട് നോട്ട് ഓഫ് ഈക്വൽ ഇൻ്റർവെൽസ് ഓർ ആൻ അബ്സല്യൂട്ട് സീറോ. ഈ സെക്കൻഡ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ് ഇത്. മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രോപ്പർട്ടിയാണ് ഓർഡിനൽ സ്കെയില്. മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇതിൽ ഈക്വൽ ഇൻ്റർവെൽസോ അബ്സല്യൂട്ട് സീറോ പോയിൻറ്റോ ഇല്ല. ഓർഡിനൽ സ്കെയിലിൽ ഈക്വൽ ഇൻ്റർവെൽ ഓർ അബ്സല്യൂട്ട് സീറോ പോയിൻറ്റ് ഇല്ല. ഇൻ ഓർഡിനൽ മെഷർമെൻറ്റ് നമ്പേഴ്സ് ഡിനോട്ടഡ് ദ റാങ്ക് ഓർഡർ ഓഫ് ദ ഒബ്ജക്റ്റ് ഓർ ദ ഇൻഡിവിജ്വൽസ്. ഓർഡിനൽ സ്കെയിലിൽ റാങ്ക് ഓർഡറിലാണ് ഒബ്ജക്ട്സിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനോ മെഷർ ചെയ്യുക. ഹിയർ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് ഓർ ഫ്രം ലോവസ്റ്റ് ടു ഹയസ്റ്റ്. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ ആയിരിക്കും നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലാർജർ ആണോ, സ്മോളർ ആണോ, ഹെവിയർ ആണോ, ലൈറ്റർ ആണോ, ബ്രൈറ്റർ ഓർ ഡള്ളർ, ഈ രീതിയിലായിരിക്കും ഓർഡിനൽ സ്കെയിൽ മെഷർമെൻറ്റ് ഉണ്ടാവുക. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒരു ഗുഡ് എക്സാമ്പിളാണ് ഓർഡിനൽ മെഷർമെൻറ്റ്. ബിക്കോസ് എവരി മെമ്പേഴ്സ് ഓഫ് upper class is higher in social prestige than every number of the middle and lower class. അതായത് മിഡിൽ ആൻഡ് ലോവർ ക്ലാസ് മെമ്പേഴ്സിനെ കാട്ടിലും സോഷ്യൽ പ്രസ്റ്റേജ് അപ്പർ ക്ലാസ് ഫാമിലിക്ക് മെമ്പേഴ്സിന് ഹൈ ആണ്. അല്ലെങ്കിൽ എവരി മെമ്പേഴ്സ് ഓഫ് ദ മിഡിൽ ക്ലാസ് ഈസ് ഹയർ ഇൻ സോഷ്യൽ പ്രസ്റ്റേജ് ദാൻ എവരി മെമ്പേഴ്സ് ഓഫ് ദ ലോവർ ക്ലാസ്. അതായത് ലോവർ ക്ലാസ് മെമ്പേഴ്സിനെ കാട്ടിലും സോഷ്യൽ പ്രസ്റ്റേജ് മിഡിൽ ക്ലാസ് മെമ്പേഴ്സിന് ആണ്. ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് ആയ മീഡിയന്, പെർസെൻറ്റേജ്, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻസ് ഇതൊക്കെ പെർമിസിബിൾ ആണ്. അതുപോലെ തന്നെ നോമിനൽ ഓർ ക്ലാസിഫിക്കേറ്ററി സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസും ഇതിൽ പെർമിസിബിൾ ആണ്. ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിന് 2 ഡ്രോബാക്ക് ഉണ്ട്. ഓഫ് ഓർഡിനൽ മെഷർമെൻറ്റ് ഈസ് ദാറ്റ് ഓർഡിനൽ മെഷർ ആർ നോട്ട് അബ്സല്യൂട്ട് ക്വാണ്ടിറ്റീസ് നോർ ഡു ദേ കൺവേ ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് റാങ്ക് വാല്യൂ ഈസ് ഈക്വൽ. ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിന് ഒരു അബ്സല്യൂട്ട് ക്വാണ്ടിറ്റി ഇല്ല. അതായത് ഈ റാങ്ക് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആയിരിക്കില്ല. ദിസ് ഈസ് ബിക്കോസ് ഓർഡിനൽ മെഷർമെൻറ്റ്സ് ആർ നോട്ട് ഈക്വൽ ഇൻ്റർവൽ മെഷർമെൻറ്റ് നോർ ഡു ദേ ഇൻകോപ്പറേറ്റ് അബ്സല്യൂട്ട് സീറോ പോയിൻറ്റ്. ഇവിടെ ഒരു ഈക്വൽ ഇൻ്റർവൽ മെഷർമെൻ്റ് അല്ല, ഒരു അബ്സല്യൂട്ട് സീറോ പോയിൻറ്റും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഒരു അബ്സല്യൂട്ട് ക്വാണ്ടിറ്റി ഇല്ല. റാങ്ക് വാല്യൂസ് തമ്മിൽ ഒരു ഈക്വൽ ഡിഫറൻസും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതായത് ഒരു ഈക്വൽ ഇൻ്റർവെൽ ഇവിടെ കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഒരു അബ്സല്യൂട്ട് ക്വാണ്ടിറ്റി ഇല്ല. അതാണ് ഫസ്റ്റ് ഡ്രോബാക്ക് പറയുന്നത്. ഈ സെക്കൻഡ് ഡ്രോബാക്ക്, ദ സെക്കൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ഓർഡിനൽ മെഷർമെൻറ്റ് ഈസ് ദാറ്റ് ദർ ഈസ് നോ വേ ടു അസർട്ടൈൻ വെദർ എ പേഴ്സൺ ഹാസ് എനി ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ബീയിങ് മെഷേർഡ്. ഒരു പേഴ്സൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഡ്രോബാക്കാണ് ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിൽ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നോമിനൽ ഓർ ക്ലാസിഫിക്കേറ്ററി സ്കെയിൽ ഓഫ് മെഷർമെൻറ്റും പറഞ്ഞു, ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റും പറഞ്ഞു. ഇനി ഇൻ്റർവെൽ ഓർ ഈക്വൽ ഇൻ്റർവെൽ സ്കെയിൽ ഓഫ് മെഷർമെൻ്റ് ആണ് പറയുന്നത്. This is the third level of measurement and include all the characteristics of the nominal and ordinal scale of measurement. ഇത്
തേർഡ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ്. ഇതിൽ നോമിനൽ ആൻഡ് ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. The salient feature of interval measurement is that numerically equal distance on the scale indicate equal distances in the properties of the objects being measured. ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. In other words, here the unit of measurement is constant and equal. Unit of measurement കോൺസ്റ്റൻ്റ് ആൻഡ് ഈക്വൽ ആണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഈസ് കോൺസ്റ്റൻ്റ് ആൻഡ് ഈക്വൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20 - 8 = 12, 60 - 4 = 12. ഇവിടെ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഇൻ്റർവെല്ലും കോൺസ്റ്റൻറ്റും ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഈക്വൽ ഇൻ്റർവെൽ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഇൻ്റർവെൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിൽ ഒരു അബ്സല്യൂട്ട് 0 പോയിൻ്റ് ഉണ്ടായിരിക്കില്ല. 0 പോയിൻ്റ് ഉണ്ടെങ്കിലും ഒരു അബ്സല്യൂട്ട് 0 പോയിൻ്റ്, അബ്സല്യൂട്ട് 0 പോയിൻ്റ് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥ, അങ്ങനെ ഒന്ന് ഉണ്ടായിരിക്കില്ല. The common statistics used in such measurement are arithmetic mean, standard deviation, Pearson R, and the other statistics based upon them. Statistics like t-test, f-test, ഇൻ്റർവെൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിൽ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളാണ് അരിത്തമെറ്റിക് മീന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പിയേഴ്സൺ ആർ, എഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ്. ഇതൊക്കെയാണ് ഇൻ്റർവെൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിൽ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ്. The only statistic which cannot be applied in interval measurement is the coefficient of variation. Interval scale of measurementൽ coefficient of variation applicable അല്ല. അതായത് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇൻ്റർവെൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഫോർത്ത് സ്കെയിൽ ഓഫ് മെഷർമെൻ്റ് ആണ് പറയുന്നത് റേഷ്യോ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻറ്റ് ആൻഡ് ഹാസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് നോമിനൽ, ഓർഡിനൽ ആൻഡ് ഇൻ്റർവെൽ സ്കെയിൽസ് പ്ലസ് ആൻ അബ്സല്യൂട്ട് ഓർ ട്രൂ 0 പോയിൻറ്റ്. റേഷ്യോ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ്. ഇതിൽ നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവെൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ അബ്സല്യൂട്ട് ഓർ ട്രൂ 0 പോയിൻറ്റും ഉണ്ട്. ഓൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് ഇൻക്ലൂഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ക്യാൻ ബി യൂട്ടിലൈസ്. റേഷ്യോ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിൽ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസും അപ്ലിക്കബിൾ ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഉൾപ്പെടെ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസും അപ്ലിക്കബിൾ ആണ്. റേഷ്യോ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിന് എക്സാമ്പിളാണ് വെയ്റ്റ്, വിഡ്ത്ത്, ലെങ്ത്ത്, ലൗഡ്നെസ്. ഇതൊക്കെ സോഷ്യൽ സയൻസിനെയും കാട്ടിലും റേഷ്യോ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത് ഫിസിക്കൽ സയൻസിലാണ്. സോഷ്യൽ സയൻസിനെയും കാട്ടിലും റേഷ്യോ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത് ഫിസിക്കൽ സയൻസിലാണ്. ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ റേഷ്യോ സ്കെയിൽ ഈസ് ദാറ്റ് ദ റേഷ്യോ ഓഫ് any two numbers is independent of the unit of measurement and therefore it can meaningfully be equated. രണ്ട് നമ്പേഴ്സിൻ്റെ റേഷ്യോ അതിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ അത് ഈക്വൽ ആയിട്ടായിരിക്കും കണക്കാക്കപ്പെടുന്നത്. In psychology, sociology and education, we frequently encounter interval measurement because most of the data obtained from measurement in these science are such that we assume an equal unit of measurement and arbitrary 0 point. സൈക്കോളജിയിൽ, സോഷ്യോളജിയിൽ, എഡ്യൂക്കേഷനിലൊക്കെ നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്കെയില് ഈക്വൽ ഇൻ്റർവെൽ സ്കെയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഈക്വൽ ഇൻ്റർവെൽ കാണിക്കുന്നതുകൊണ്ട് ആർബിട്രറി 0 പോയിൻറ്റുമാണ്. സോ സൈക്കോളജിയിൽ, സോഷ്യോളജിയിൽ, എഡ്യൂക്കേഷനിലൊക്കെ നമ്മൾ ഈക്വൽ ഇൻ്റർവെൽ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത് മെഷർ ചെയ്യാൻ. നമ്മളിന്ന് എന്തൊക്കെ നോക്കി? മെഷർമെൻറ്റിൻ്റെ 2 ഡെഫിനിഷൻ നോക്കി. ടൈലറിൻ്റെ ഡെഫിനിഷനും നണ്ണലിയുടെ ഡെഫിനിഷനും. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മെഷർമെൻറ്റ് നോക്കി. മെഷർമെൻറ്റിൻ്റെ 3 പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കി. പിന്നെ ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്, അതിൽ 4 സ്കെയിൽ നമ്മൾ നോക്കി. ഓർഡിനൽ, നോമിനൽ, ഇൻ്റർവെൽ, റേഷ്യോ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്.
ബാക്കിയുള്ള പോർഷൻസ് ഞങ്ങൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജായ സൈക്കിസാഗിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.